പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. പത്തനംതിട്ട മുൻ എസ്പിക്കെതിരെ ഗുരുതര പരാതിയുമായി വനിതാ എസ്ഐമാർ ലൈംഗിക ചൊവ്വയോടെ സന്ദേശങ്ങൾ അയച്ചു. അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ ശിക്ഷണ മനോഭാവമെന്ന മറുപടി ലഭിക്കുന്നു. പരാതിയിൽ വനിതാ എസ്ഐമാരുടെ മൊഴി രേഖപ്പെടുത്തിയ റേഞ്ച് ഡിഐജി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി. ഡിജിപിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന വിവരം ഡാൻ കുര്യൻ നൽകും. വാർത്തയുടെ വിശദാംശങ്ങൾ ഡാൻ. വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പത്തനംതിട്ട മുൻ എസ്പിക്കെതിരെ ഗുരുതര പരാതിയുമായി വനിതാ എസ്ഐമാർ തന്നെ രംഗത്ത് വന്നു. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പത്തനംതിട്ടയിൽ നിന്നുള്ള 2 വനിതാ എസ്ഐമാരാണ് റേഞ്ച് ഡിഐജിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രാഥമികമായ മൊഴിയെടുക്കൽ ഈ 2 പേരുടെയും ഭാഗത്ത് നിന്ന് റേഞ്ച് ഡിഐജി പൂർത്തിയാക്കിയതിനു ശേഷം അവർ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രധാനമായി പറയുന്ന കാര്യം, ഒരു മുൻ എസ് അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു, ലൈംഗിക ചുവയോടെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായില്ലെങ്കിൽ ശിക്ഷണ മനോഭാവത്തോടെ അവരോട് പെരുമാറി എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 വനിതാ എസ്ഐമാരുടെ മൊഴി റേഞ്ച് ഡിഐജി അജിത ബീഗം രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് അവർ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു പ്രത്യേക അന്വേഷണത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ അന്വേഷണം ആരംഭിച്ചതായി, അവരുടെ ഇന്റേണൽ എൻക്വയറി ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആ അന്വേഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. ഈ മുൻ ഉദ്യോഗസ്ഥരെതിരെ അച്ചടക്ക നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർക്ക് അയച്ച ഫോൺ സന്ദേശങ്ങളടക്കം വെച്ചുകൊണ്ടാണ്, ഈ തെളിവുകളടക്കം കൈമാറിക്കൊണ്ടാണ് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിയുടെ പക്കലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പത്തനംതിട്ട മുൻ എസ്പിക്കെതിരെ ഗുരുതര പരാതിയുമായി വനിതാ എസ്ഐമാർ രംഗത്തെത്തിയിരിക്കുന്നു. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു, അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ ശിക്ഷണ മനോഭാവത്തോടുകൂടി പെരുമാറി തുടങ്ങിയവയാണ് ആരോപണം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.